വെൽക്കം ബാക്ക് ടു AR ട്രാവലർ. എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ചെങ്ങോട്ടുകാവ് മുതൽ വെങ്ങളം വരെയുള്ള ദേശീയപാതയിലെ ഏറ്റവും പുതിയ കാഴ്ച, മഴയ്ക്ക് ശേഷമുള്ള ഏറ്റവും പുതിയ 6 വരി പാതയിലെ അപ്ഡേറ്റ്സാണ് ഇന്ന് നൽകുന്നത്. അപ്പം നമ്മളെ വീഡിയോ ചില ആളുകൾക്കൊക്കെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നില്ല എന്നൊക്കെ പറയുന്നത് കേട്ടു. അപ്പോൾ അത്തരം ആളുകൾ ഒന്ന് ജസ്റ്റ് നിങ്ങൾ നോട്ടിഫിക്കേഷൻ ഒന്നുകൂടി അൺക്ലിക്ക് ചെയ്തതിൻ്റെ വീണ്ടും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നോട്ടിഫിക്കേഷൻ ലഭിക്കും. അപ്പോൾ നമ്മൾ അധികം വലിച്ചിട്ടില്ല, നേരെ വീഡിയോയിലേക്ക് പോവാണ്. നമ്മളിന്ന് ചെങ്ങോട്ടുകാവ് മുതൽ വെങ്ങളം വരെയുള്ള പ്രദേശത്തുള്ള ഏറ്റവും പുതിയ കാഴ്ചകളാണ് ഇന്ന് അപ്ഡേഷൻ ചെയ്യുന്നത്. അപ്പോൾ അതിനിടയിൽ പറയാനുള്ളത് നമ്മളെ ചെങ്ങോട്ടുകാവിലുള്ള ഫ്ലൈ ഓവറിൻ്റെ മുകളിൽ നിന്നുള്ള കാഴ്ചയാണ്. അപ്രോച്ച് റോഡിൻ്റെ ഇരു സൈഡിലും മണ്ണൊക്കെ കുറച്ച് നേരത്തെ അടിച്ചതായിരുന്നു. അതിനുശേഷം വർക്കുകൾ കാര്യമായിട്ട് പുരോഗതിയൊന്നുമില്ല. അപ്പോൾ മഴക്കാലമായതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് മാറ്റങ്ങളും വന്നിട്ടില്ല. ചെങ്ങോട്ടുകാവ് പഴയ ദേശീയപാതയാണ് ലെഫ്റ്റ് സൈഡിൽ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ അതിനിടയിൽ ഇനി നിങ്ങളോട് ക്ഷമ ചോദിക്കുകയാണ്. കാരണം മറ്റൊന്നല്ല, നമ്മൾ പലപ്പോഴും വീഡിയോസ് ചെയ്യാറുണ്ട്, പക്ഷേ ചില സമയങ്ങളിൽ നമുക്ക് സമയം കീപ്പ് ചെയ്യാൻ പറ്റുന്നില്ല. മറ്റൊന്നില്ല, ചില സാങ്കേതിക പ്രശ്നങ്ങളോ ഇൻ്റർനെറ്റ് പ്രശ്നങ്ങളോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വിഷയങ്ങളിനകത്ത് ആയിപ്പോകുന്നത്. ഇന്നിപ്പോൾ നമ്മൾ 8 മണിക്ക് അപ്ലോഡ് ചെയ്യാമെന്ന് പറഞ്ഞതായിരുന്നു, പക്ഷേ നമുക്ക് 8 മണിക്ക് ചെയ്യാനും കഴിഞ്ഞില്ല. ഒരു ഹോസ്പിറ്റൽ കേസുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് കുറച്ച് ഡിലേ ആയി. അപ്പോൾ ക്ഷമിക്കുക എന്നേ പറയാനുള്ളൂ. അപ്പോൾ നമ്മളെ ചെങ്ങോട്ടുകാവ് മുതൽ പൊയിൽക്കാവ് വരെയുള്ള പൊയിൽക്കാവ് ഭാഗങ്ങളിലേക്ക് പോകുമ്പോഴുള്ള കാഴ്ചയാണ്. അപ്പോൾ ഈ ഒരു ഭാഗത്തൊക്കെ നേരത്തെ ടാറിങ് പൂർത്തിയായതാണ്. അതിനുശേഷം പിന്നെ കാര്യമായിട്ടുള്ള മാറ്റം എന്താണ് സംഭവിച്ചതെന്ന് വെച്ചാൽ, ചെങ്ങോട്ടുകാവിൻ്റെ ആ ഒരു സർവീസ് റോഡിൻ്റെ ഭാഗത്ത് ഇരു സൈഡിലും ടാറിങ്ങൊക്കെ കഴിഞ്ഞ് അതിനുശേഷം ഇരു സൈഡിലൂടെയും വാഹനങ്ങൾ കടത്തിവിടുന്നു എന്നത് മാത്രമാണ് പ്രധാനമായിട്ടുള്ള മാറ്റം. അതേപോലെ തന്നെ സ്ട്രീറ്റ് ലൈറ്റ് കാര്യങ്ങളൊക്കെ വാഗാട് മറ്റൊരു കമ്പനിക്ക് കോൺട്രാക്റ്റ് കൊടുത്തിട്ടുണ്ട് എന്നാണ് കേട്ടത്. അപ്പോൾ നമ്മൾ വെങ്ങളം റീച്ചിനകത്തുള്ള വർക്ക് കഴിഞ്ഞ പ്രദേശത്തൊക്കെ സ്ട്രീറ്റ് ലൈറ്റ് കാര്യങ്ങളൊക്കെ സമീപ ഭാവിയിൽ നമ്മൾ വരുന്നുമെന്ന് പ്രതീക്ഷിക്കുന്നു. അത് എപ്പോൾ വരും എന്ന കാര്യത്തിൽ നമുക്ക് ഒരു ഉറപ്പില്ല. കാരണം റോഡിൻ്റെ കാര്യം തന്നെ വളരെ മന്ദഗതിയിലാണ് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഈ പൊയിൽക്കാവ് പ്രദേശമൊക്കെ മഴ പെയ്ത് കഴിഞ്ഞാൽ വെള്ളക്കെട്ടിൻ്റെ അങ്ങേയറ്റമാണ്. ആ ഒരു പൊയിൽക്കാവ് അണ്ടർ പാസേജിൻ്റെ ആ ഒരു ഭാഗമുണ്ട്. ആ ഭാഗം ഒരു വയലൊക്കെ ചേർന്നിട്ടുള്ളൊരു പ്രദേശമാണ്. റോഡ് ക്രോസ് ചെയ്തു പോകുന്ന ഒരു ഡ്രൈനേജ് ഉണ്ട്. അപ്പോൾ അതൊക്കെ പലപ്പോഴും മഴക്കാലത്ത് ഇപ്പോൾ വർക്ക് നടന്നു പോകുന്നതുകൊണ്ട് തന്നെ മഴക്കാലത്ത് പലപ്പോഴും അടഞ്ഞു പോകുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ പലപ്പോഴും നല്ല രീതിയിലുള്ള വെള്ളക്കെട്ടാണ്. ഈ പ്രാവശ്യവും ഈ മഴക്കാലത്തും അതേ രീതിയിൽ വെള്ളക്കെട്ടൊക്കെ ആയിട്ടുണ്ട്. ഇപ്പം കഴിഞ്ഞ 2 ദിവസമായിട്ട് മഴയില്ലാത്തത് കാരണം ചെറിയ മഴ, ഇന്നലെയൊക്കെ ഒരു ഗ്യാപ്പിട്ടായിരുന്നു മഴ. ഇന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ന് മഴ വളരെ കുറവാണ്. അപ്പോൾ നമ്മളിന്ന് വീഡിയോ എടുത്തത് ജൂൺ 21-നാണ് വീഡിയോ എടുത്തത്. ജൂൺ 21-ന് ഒരു ഉച്ച സമയം ഏകദേശം 2 മണി 2:30 ആ ഒരു സമയത്താണ് നമ്മൾ വീഡിയോ എടുത്തത്. ആ വീഡിയോ തന്നെയാണ് നമ്മൾ രാത്രിയും അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ പരമാവധി നമ്മൾ വീഡിയോ ഏറ്റവും പുതിയ മാറ്റങ്ങൾ അന്ന് തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ചില സമയത്ത് നമുക്ക് സമയം കീപ്പ് ചെയ്യാൻ സാധിക്കാത്തത്. അപ്പോൾ ഇന്ന് നമ്മൾ ദേശീയപാതയുടെ വീഡിയോ വോയിസ് ഓവർ ചെയ്യുന്നത് മറ്റു ദേശീയപാതയുടെ ചുവട്ടിൽ നിന്നുകൊണ്ട് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കും ഒരു പക്ഷേ നിങ്ങൾ ഒരു സൗണ്ട് കേൾക്കുന്നുണ്ടാകും. അതായത് നമ്മളെ ഫ്ലൈ ഓവറിൻ്റെ മുകളിലൂടെ വാഹനങ്ങൾ പാസ് ചെയ്ത് പോകുമ്പോഴുള്ള അതിൻ്റെ ആ ജോയിൻറ്റിൻ്റെ ഭാഗത്ത് കൂടെയുള്ള ആ ഒരു സൗണ്ടാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും അതാണ് കാര്യം. അപ്പോൾ നമ്മുടെ പൊയിൽക്കാവൊക്കെ കഴിഞ്ഞ് ചേമഞ്ചേരി ഭാഗത്തൊക്കെയാണ്. ഇവിടെയൊക്കെ നമ്മൾ എടുത്തു പറയുന്ന മാറ്റങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് എടുത്തു പറയാൻ പറ്റിയ മാറ്റങ്ങളും നമുക്ക് ഈ ഒരു പ്രദേശത്ത് ഇല്ല. ഇതൊക്കെ നേരത്തെ ടാറിങ് പൂർത്തിയാക്കാൻ ലെഫ്റ്റ് സൈഡിലെ പെട്രോൾ പമ്പൊക്കെ ഇപ്പോൾ ഒന്ന് നവീകരിച്ച് ഉഷാറാക്കി മാറ്റിയിട്ടുണ്ട്. അതേപോലെ തന്നെ റൈറ്റ് സൈഡിൽ നമ്മുടെ റെയിൽവേയുടെ ആ ഒരു ഭാഗത്ത് വേറെ ഒരു ഡ്രൈനേജ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ ഡ്രൈനേജിൻ്റെ കോൺക്രീറ്റ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. പിന്നെ അതേപോലെ തന്നെ ഇപ്പോഴും അത്യാവശ്യം വെള്ളക്കെട്ട് കാര്യങ്ങളൊക്കെ മഴ പെയ്ത് കഴിഞ്ഞാൽ വെള്ളക്കെട്ട് ഉള്ള ഒരു പ്രദേശമായിട്ട് നമ്മളെ ചേമഞ്ചേരി ഭാഗങ്ങളിലൊക്കെ മാറിയിട്ടുണ്ട്. വാഗാടിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും വളരെ മന്ദഗതിയിൽ തന്നെയാണ് നമ്മുടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ മഴക്കാലമായതുകൊണ്ട് വാഗാട് കംപ്ലീറ്റ് വർക്ക് സ്റ്റോപ്പ് ചെയ്ത ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പലയിടത്തും ഒരു ലേബേഴ്സിനെയും നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. ജസ്റ്റ് റോഡ് വൃത്തിയാക്കാൻ വേണ്ടി മാത്രം മഴ പെയ്ത് മണ്ണൊക്കെ 6 വരി പാതയിൽ വർക്ക് കഴിഞ്ഞ പ്രദേശത്തൊക്കെ മണ്ണ് കൂടി നിൽക്കുമ്പോൾ ആ കൂടി നിൽക്കുന്ന മണ്ണൊക്കെ ജസ്റ്റ് നീക്കം ചെയ്യാനുള്ള വർക്കേഴ്സ് മാത്രമേ ആണോ ഇപ്പോൾ വെങ്ങളം റീച്ചിലുള്ളത് എന്ന് നമ്മൾ
അങ്ങനെ തന്നെയാണുള്ളത്, സംശയിച്ചു പോകല, അങ്ങനെ തന്നെയാണുള്ളത്. അതേ സ്ഥാനത്ത് നമ്മളെ വെങ്ങള റീച്ച് കഴിഞ്ഞാൽ മറ്റ് റീച്ചിൽ പോകുമ്പോൾ അതല്ല അവസ്ഥ, അതിൽ നിന്ന് വ്യത്യസ്തമാണ്. അപ്പോൾ ഇന്ന് തന്നെ നമ്മൾ വെങ്ങള റീച്ച് കഴിഞ്ഞ് നാളെ നമ്മൾ വെങ്ങള റീച്ച് കഴിഞ്ഞ് നമ്മളെ അടുത്ത KMCയുടെ റീച്ചിനകത്തുള്ള വീഡിയോസ് നമ്മളെടുത്ത് പലയിടത്തും വർക്കുകളൊക്കെ നടക്കുന്നുണ്ട്. അത് നമ്മൾ നാളെ അപ്ലോഡ് ചെയ്യും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ പലപ്പോഴും പല ആളുകളും പറയും വാഗാടിനെ നിങ്ങൾ ഇത്രമാത്രം കുറ്റം പറയും, നിങ്ങൾ മാത്രമാണ് കുറ്റം പറയുന്നുള്ളത്. കാരണം മറ്റൊന്നുമല്ല, കുറ്റമേ പറയാനുള്ളൂ, എടുത്തു പറയാൻ വലിയ മേന്മകളൊന്നും ഇല്ലാത്തതുകൊണ്ടാണ്. അതേപോലെ കഴിഞ്ഞ മഴയത്ത് തിരുവങ്ങൂർ ഭാഗത്ത് നമ്മളെ അപ്രോച്ച് റോഡിൻ്റെ ഭാഗത്ത് റോഡൊക്കെ പൊളിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പല ആളുകളും നമ്മൾ വാഗാടിനെ ട്രോൾ ചെയ്തുകൊണ്ട് പറയാറുണ്ടായിരുന്നു വാഗാടിൻ്റെ റോഡുകളൊന്നും പൊളിയില്ല, കാരണം അവർ വളരെ മന്ദഗതിയിൽ ഒച്ചു നീങ്ങുന്ന ലാഘവത്തിൽ മാത്രം നീങ്ങിക്കൊണ്ടിരിക്കുന്നു. അതുമല്ല പിന്നെ വർക്ക് പലയിടത്തും കംപ്ലീറ്റ് ആവാത്തത് കൊണ്ട് തന്നെ പൊളിയുന്നൊരു സാഹചര്യം ഉണ്ടാവില്ല. എന്തായാലും ആ കംപ്ലീറ്റ് ആയതും നമ്മൾ ആ ഒരു തിരുവങ്ങൂർ ഭാഗത്തൊക്കെ പൊളിഞ്ഞ ഒരു കാഴ്ചയെ നമുക്ക് കാണാൻ സാധിക്കും. അപ്രോച്ച് റോഡിൻ്റെ ഭാഗത്താണ് അത്തരത്തിലൊക്കെ ചെറിയ രീതിയിലുള്ള വിള്ളലൊക്കെ ചെറിയ രീതിയിലുള്ള നല്ല രീതിയിലുള്ള വിള്ളലൊക്കെ ഉണ്ടായിരുന്നു. അത് ന്യൂസ് ചാനലുകളിലൊക്കെ വന്നിരുന്നു. അപ്പോൾ അതിനുശേഷം പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും അതിനകത്ത് പിന്നെ പുതിയ പരിവർത്തനമൊന്നും, അല്ലെങ്കിൽ അത് അപ്ഡേറ്റ് ചെയ്തിട്ട് അത്തരം വിള്ളലുകളൊക്കെ മാറ്റി ആ മണ്ണൊക്കെ നീക്കം ചെയ്തുകൊണ്ട് ഫിക്സ് ചെയ്യാനുള്ള ശ്രമങ്ങൾ വാഗാടിൻ്റെ ഭാഗത്ത് നിന്ന് ഇതുവരെ ഉണ്ടായിട്ടില്ല. പിന്നെ അതേപോലെ തന്നെ വാഗാടിനെ സംബന്ധിച്ചിടത്തോളം വാഗാടിനെയാണ് പലപ്പോഴും നമ്മൾ കുറ്റം പറയാറ്. എന്നാൽ അഴിയൂർ വെങ്ങള റീച്ച് സത്യത്തിൽ നമുക്കറിയാം അദാനി ഗ്രൂപ്പിനാണ് വർക്ക് കൊടുത്തിരിക്കുന്നത്. സബ്ബ് കൊടുത്ത കമ്പനിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ സബ്ബ് പലയിടത്തും വർക്ക് എടുക്കുന്ന കമ്പനികൾക്കറിയാം വർക്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോൺട്രാക്ട് വർക്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് സത്യത്തിൽ NHIക്ക് കുറ്റപ്പെടുത്താനുള്ളത് വാഗാടിനെയല്ല, മറിച്ച് അദാനിയാണ്. കാരണം അദാനിക്കാണ് ഡയറക്റ്റ്, അദാനി ആണ് NHIയുടെ ക്ലയൻറ്റ്. വാഗാടിന് സാധാരണ രീതിയിൽ നമ്മുടെ നാട്ടിൽ എന്താണെന്നറിയില്ല, പൊതുവെ അത്തരത്തിൽ വിദേശത്തൊക്കെ എങ്ങനെയാണ്, ആർക്കാണോ ഗവൺമെൻറ് കോൺട്രാക്റ്റ് കൊടുക്കുന്നത് അവരാണ് അതിൻ്റെ റെസ്പോൺസിബിലിറ്റി. അവർ ആർക്ക് സബ്ബ് കൊടുത്തു കഴിഞ്ഞാലും ആ സബ്ബ് കൊടുത്ത കമ്പനികൾക്ക് ഗവൺമെൻറ് അല്ലെങ്കിൽ കോൺട്രാക്റ്റ് കൊടുത്ത ക്ലയൻറ്റിനോട് പ്രത്യേകിച്ച് മറുപടിയൊന്നും പറയേണ്ട വരില്ല. അത് ആ ക്ലയൻറ്റിന് നമ്മൾ ഏത് കമ്പനിയാണോ സബ്ബ് കൊടുത്തത് ആ സബ്ബ് കൊടുത്ത കമ്പനി അദാനിയോട് മറുപടി പറയുക എന്നതിനപ്പുറത്ത് വർക്കിനകത്ത് ഡിലേ ആവുകയാണെങ്കിൽ സത്യത്തിൽ നമ്മൾ അദാനിയോട് തന്നെയാണ് മറുപടി പറയേണ്ടത്. എന്തെന്നറിയില്ല, പക്ഷേ വളരെ അദാനിയെ ഒളിപ്പിച്ച് വെക്കുന്ന ഒരു സാഹചര്യമാണോ എന്ന് പലപ്പോഴും നമുക്ക് തോന്നിപ്പോകുന്നുണ്ട്. കാരണം വർക്ക് അത്രയും ഡിലേ ആയിട്ടും അവരെ ഭാഗത്തുനിന്ന് പുഷിങ്ങോ കാര്യങ്ങളൊന്നും നമുക്ക് പലയിടത്തും കാണാൻ സാധിക്കുന്നില്ല. 2025 ദേശീയപാതയുടെ വർക്ക് കഴിയുമെന്നൊക്കെയാണ് പറയുന്നത്. ഇങ്ങനെ പോയാൽ കഴിയുമെന്ന് തോന്നില്ല. എന്തായാലും നമ്മൾ ആ ഒരു റോഡ് പൊളിഞ്ഞ കഴിഞ്ഞ മഴയുടെ സമയത്ത് തിരുവങ്ങൂർ ഭാഗത്ത് ദേശീയപാതയിൽ നമ്മളെ പണി നടന്നുകൊണ്ടിരിക്കുന്ന അപ്രോച്ച് റോഡിനകത്ത് വിള്ളൽ സംഭവിച്ചിരുന്നു എന്ന് പറഞ്ഞിട്ടൊരു വാർത്ത ഉണ്ടായിരുന്നു. ആ വിള്ളലാണിത്. ആ വിള്ളലൊക്കെ താറ് ഇട്ട് അടക്കാനാണ് നമ്മളെ വാഗാടിൻ്റെ ആളുകൾ ശ്രമിച്ചത്. ആ വിള്ളലുകൾ ഇപ്പോഴും അതേ രീതിയിൽ തന്നെ ഉണ്ട്. ഒരു സ്ഥലത്തല്ല, അതേപോലെ ഇതിൻ്റെ തൊട്ടിപ്പുറത്തും വലിയ വിള്ളൽ തന്നെ നമുക്ക് ഈ അപ്രോച്ച് റോഡിനകത്ത് കാണാൻ സാധിക്കും. ഏകദേശം 10-100 മീറ്ററിനടുത്ത് ഏകദേശം വിള്ളലുണ്ട്. ഈ വിള്ളലൊക്കെ ആളുകൾ കാണാതിരിക്കാൻ വേണ്ടിയിട്ട് ചെറിയ രീതിയിൽ താറൊക്കെ ഇട്ടിട്ടാണ് നടത്തിയത്. ഒരുപാട് സമയം എടുത്തിട്ടാണ് ഈ ഒരു അപ്രോച്ച് റോഡ്, ഈ നമ്മളെ തിരുവങ്ങൂർ ഭാഗത്തുള്ള അപ്രോച്ച് റോഡിൻ്റെ വർക്ക് എടുത്തത്. വാഗാടിൻ്റെ വർക്ക് ചില ആളുകൾ വിള്ളൽ വീഴില്ല, കാരണം ഒരുപാട് മണ്ണൊക്കെ അടിച്ചതിന് ശേഷം സെറ്റായി ഒരുപാട് കാലതാമസം എടുത്തിട്ടാണ് എടുക്കുന്നത്. അതുകൊണ്ട് അത്തരത്തിൽ സംഭവിക്കില്ല എന്ന് പറയുന്ന ആളുകൾക്ക് നല്ല ഉദാഹരണം കൂടിയാണ്. അപ്പോൾ അതിലൊന്നുമല്ല കാര്യം എന്ന്, കാലതാമസം എടുത്തിട്ട് വർക്ക് എടുക്കുന്നതിലൊന്നുമല്ല കാര്യം എന്ന് ഇത് നമ്മളെ വ്യക്തമാക്കും. വളരെ കൃത്യമായിട്ട് മണ്ണ് ഫില്ല് ചെയ്യുമ്പോൾ അത് ഫില്ല് ചെയ്യാൻ പറ്റിയ മണ്ണാണോ എന്ന് കൃത്യമായി ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രമേ ഫില്ല് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മളിപ്പോൾ നമ്മൾ വീടെടുക്കുകയാണെങ്കിൽ പോലും വീടിൻ്റെ തറയിനകത്ത് എല്ലാ മണ്ണുകളും നമ്മൾ കൊണ്ടുപോയി ഫില്ല് ചെയ്യാറില്ല. കാരണം എല്ലാ മണ്ണും ഫില്ല് ചെയ്യാൻ പറ്റാത്തതാണ്. അത് തറക്ക് ദോഷം ചെയ്യുന്നത് നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയാം. ഉദാഹരണത്തിൽ നമ്മളെ കിണറ്റിലൊക്കെ ചേടി മണ്ണൊന്നും നമ്മളെ തറക്കകത്ത് ഫില്ല് ചെയ്യാറില്ല. അതേപോലെ തന്നെ അതിനേക്കാൾ ടൺ കണക്കിന് ഭാരമുള്ള വാഹനങ്ങൾ സഞ്ചരിക്കുന്ന ദേശീയപാതയിൽ എന്തുകൊണ്ടും ഈ അപ്രോച്ച് റോഡിലൊക്കെ മണ്ണ് ഫില്ല് ചെയ്യുമ്പോൾ വളരെ കൃത്യമായി അത് പരിശോധിച്ചതിന് ശേഷം മാത്രമേ ഫില്ല് ചെയ്യാൻ പാടുള്ളൂ. അത്തരത്തിൽ ഫില്ല് ചെയ്യാത്തതിൻ്റെ ദൂഷ്യഫലമാണ് നമ്മളിപ്പോൾ അനുഭവിക്കുന്നത്. ഇനി ഇത് റിപ്പയർ ചെയ്യാൻ എത്ര കാലതാമസം എടുക്കുന്നത് നമുക്കറിയില്ല.
നമ്മൾ തിരുവങ്ങൂർ ഭാഗം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ റോഡിൻ്റെ വർക്ക് കുറച്ച് ഫാസ്റ്റാണ്. നമ്മളെ വാഗാടും അതോടൊപ്പം തന്നെ KMCയുടെയും ആ റീച്ച് ജോയിൻ്റ് ആവുന്ന അല്ലെങ്കിൽ ആ ഒരു പ്രദേശം അവിടെ നിന്ന് അങ്ങോട്ട് അത്യാവശ്യം ഫാസ്റ്റായിട്ട് തന്നെയാണ് നമുക്ക് വർക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ തിരുവങ്ങൂർ ഫ്ലൈ ഓവർ, ആ ഫ്ലൈ ഓവറിൻ്റെ ഭാഗത്തു നിന്നുള്ള കാഴ്ചയാണ്. ഫ്ലൈ ഓവറിൻ്റെ ഇരു സൈഡ് അങ്ങനെ നമ്മൾ തിരുവങ്ങൂർ ഫ്ലൈ ഓവറിൻ്റെ ഭാഗത്തെത്തി. ഇവിടെ കുറച്ച് താറിയാനുള്ള വർക്കുണ്ട്. അതേപോലെ തന്നെ ഫ്ലൈ ഓവറിൻ്റെ മുകളിൽ കോൺക്രീറ്റിങ് ഷട്ടറിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ താറിങ്ങിൻ്റെ വർക്കാണ് ബാക്കിയുള്ളത്. ഇവിടെ ഒന്നും എവിടെയും നമുക്ക് വാഗാടിൻ്റെ ഒരു വർക്കേഴ്സിനെയും കാണാൻ സാധിക്കുന്നില്ല. അതേപോലെ വാഹനങ്ങളോ ഒന്നും കാണാൻ സാധിക്കുന്നില്ല. കോൺക്രീറ്റിങ്ങോ മറ്റു കാര്യങ്ങളോ ഇന്നൊന്നും മഴയേ ഇല്ല. മഴയില്ലെങ്കിലും വാഗാട് വർക്ക് എന്താണ് നമുക്കിതിൻ്റെ ഗുട്ടൻസ് സത്യത്തിൽ മനസ്സിലാവാത്തത്? വാഗാടിന് ഫണ്ടില്ലാത്ത പ്രശ്നം കൊണ്ടാണോ, അല്ലെ വാഗാടിന് വർക്ക് എടുക്കാൻ താല്പര്യമില്ലാത്തത് കൊണ്ടാണോ? കുറ്റം പറയില്ല, വളരെ മന്ദഗതിയിൽ വർക്ക് കുറച്ച് വർക്കേഴ്സിനെയും അതോടൊപ്പം തന്നെ എൻജിനീയേഴ്സൊക്കെ വെച്ചുകൊണ്ട് ഫാസ്റ്റാക്കുകയാണെങ്കിൽ വർക്ക് പെട്ടെന്ന് തീരും. 2025 വെങ്ങളം അഴിയൂർ റീച്ച് തീർക്കും എന്നൊക്കെയായിരുന്നു പറഞ്ഞത്. പക്ഷേ 6 മാസം കൊണ്ട് തീർക്കാനുള്ള വർക്കൊന്നല്ല, ഹിമാലയം കണക്കിന് വർക്ക് ഇപ്പോഴും ബാക്കിയുണ്ട്. നമ്മളിവിടെ നിന്ന് അങ്ങോട്ട് KMCയുടെ റീച്ചാണ്. KMCയുടെ വർക്കൊക്കെ കോഴിക്കോട് ജില്ലയിൽ ഏകദേശവും പൂർത്തിയായി എന്ന് തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. ഇതാണ് ദേശീയപാതയിലെ ഏറ്റവും പുതിയ കാഴ്ചകൾ. നമ്മളെ വെങ്ങളം എലിവേറ്റഡ് ഹൈവേയുടെ മുകളിൽ നിന്നുള്ള ഇവിടെയൊക്കെ 6 വരിയുടെ വർക്കും കഴിഞ്ഞു, ട്രാക്ക് മാർക്കിങ് കഴിഞ്ഞു, അതേപോലെ തന്നെ സ്ട്രീറ്റ് ലൈറ്റ് കാര്യങ്ങളൊക്കെ സ്ഥാപിച്ചു. അതേപോലെ തന്നെ സർവീസ് റോഡിൻ്റെ വർക്ക്, ഡ്രൈനേജിൻ്റെ വർക്ക്, ഫുട്പാത്തിൻ്റെ വർക്ക്, അത്തരത്തിലുള്ള എല്ലാ വർക്കുകളും പൂർത്തിയായി. ഇവിടെ സ്ട്രീറ്റ് ലൈറ്റുകൾ സ്ഥാപിച്ച സ്ട്രീറ്റ് ലൈറ്റുകൾ ഓൺ ചെയ്യാനുള്ള വർക്കാണുള്ളത്. അതെന്തുകൊണ്ടാണ് കോഴിക്കോട്, മലപ്പുറം അതേപോലെ പല ജില്ലകളിലും അത്തരത്തിൽ സ്ട്രീറ്റ് ലൈറ്റുകൾ ഓൺ ചെയ്യാത്തത് എന്നാണ് നമുക്ക് മനസ്സിലാകാത്തത്. പലയിടത്തും വർക്ക് കഴിഞ്ഞിടത്തൊന്നും ഇതുവരെ സ്ട്രീറ്റ് ലൈറ്റ് ദേശീയപാത തുറന്നു കൊടുത്തിട്ടൊന്നും ഓൺ ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൂടി ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ വളരെ ഗംഭീരമായിരിക്കും. എന്നാലും നമ്മൾ ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടി പോവാണ്. നമ്മളെ വെങ്ങളം ഫ്ലൈ ഓവറിൻ്റെ മുകളിൽ നിന്നുള്ള മനോഹരമായ ആകാശ കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളെ വീഡിയോ ആരെങ്കിലുമൊക്കെ ലൈക്ക് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാൻ മറക്കണ്ട.